തിരുവനന്തപുരം പട്ടത്ത് വീടിനു നേരെ നായവിസർജ്യം എറിഞ്ഞെന്ന് പരാതി. പൊതുവഴിയിൽ മാലിന്യം കത്തിച്ചത് ചോദ്യം ചെയ്ത വീട്ടമ്മയുടെ വീടിന് നേരെയാണ് നായവിസർജ്യം എറിഞ്ഞത്. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പരാതി. തിരുവനന്തപുരം പട്ടത്ത് മാലിന്യം കത്തിച്ചത് ചോദ്യം ചെയ്ത ഗൃഹനാഥന്റെ വീടിന് നേരെ പട്ടി വിസർജ്യം എറിഞ്ഞെന്ന ആരോപണം. പൊതുസ്ഥലത്ത് മാലിന്യം കത്തിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ പരാതിക്കാരനും എതിർകക്ഷിയുമായി വാക്കുതർക്കം നടന്നിരുന്നു. അതിൽ പ്രകോപിതനായാണ് വീട്ടിലേക്ക് പട്ടി വിസർജ്യം എറിഞ്ഞത് എന്നാണ് ഗൃഹനാഥന്റെ ആരോപണം. രാത്രി വീട്ടുകാർ ഉറങ്ങിക്കിടന്ന സമയത്താണ് ഇത് നടന്നത് എന്നാണ് പറയുന്നത്. പരസ്യമായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വീടിനു നേരെ പട്ടി വിസർജ്യം എറിയുമെന്ന് ഭീഷണി എതിർകക്ഷി മുഴക്കിയതായും ഗൃഹനാഥൻ പറയുന്നു. രാവിലെ ഹോളിഡേ ക്രിസ്മസ് ഹോളിഡേയും കൂടി ആണ്ട് ഇച്ചിരി എണീക്കാൻ ഇത്ര ലേറ്റായി. രാവിലെ എണീറ്റ് ഞങ്ങൾ നോക്കുമ്പോഴത്തെ വന്ന് കതവ് തുറക്കുമ്പോഴത്തേനും ഭയങ്കര ദുർഗന്ധം. ഇതെന്താണെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ആ ക്രിസ്മസിൻ്റെ ചവിട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് നീക്കി ഇട്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ പട്ടിത്തീട്ടാണ്. അപ്പോൾ അവൻ മെനഞ്ഞെന്ന് പറഞ്ഞിരുന്നു, ഇനി ഈ പരാതിയോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾക്കെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ റെസിഡൻസിൽ പരാതി പറഞ്ഞവരറിഞ്ഞു. പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടുന്ന് തീട്ടന്മാർ നിൻ്റെ വണ്ടിയിലും വീട്ടിലും ഞാൻ വാരി കൂട്ടുമെന്ന് പറഞ്ഞു. ഗേറ്റിൽ പറഞ്ഞില്ല. രാവിലെ എണീക്കുമ്പോൾ ഇതായിരുന്നു അവസ്ഥ. നോക്കിയിട്ട് വലിയ ഉടൻ തന്നെ ഞങ്ങൾ 100-ൽ വിളിച്ച് പോലീസിനോട് പറഞ്ഞു, റെസിഡൻസിൽ വിളിച്ച് പറഞ്ഞു. റെസിഡൻസിൻ്റെ പ്രസിഡന്റ് വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ വേറെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. രാവിലെ തന്നെ SHO മിസ്റ്റർ ഷാഫി, മെഡിക്കൽ കോളേജ് SHO ആണ്, അദ്ദേഹത്തിനെ നേരിട്ട് പോയി കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ശരി 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 എന്ന് മാത്രം പറയുന്നതല്ലാതെ ആരും ഇവിടെ പോലീസുകാരും ഇവിടെ വരികയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം.